ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. 2025 PSC കലണ്ടർ പബ്ലിഷ് ചെയ്തപ്പോൾ ടെക്നിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടനവധി അവസരങ്ങളാണ് PSC തന്നിട്ടുള്ളത് അല്ലേ? അതെ, 2025 ആ ഒരു കലണ്ടർ അതിൽ കൃത്യമായിട്ട് ഓരോ എക്സാംസുകളെ കുറിച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. ഇപ്പൊ സിവില് 2025 എന്തെല്ലാം അവസരങ്ങളാണ് വരുന്നത്, അതേപോലെ അത് ഏതൊക്കെ സമയങ്ങളിലാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഏറ്റവും അധികം, അതായത് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് LSTD. ലിസ്റ്റ് തീരുന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന ചരിത്രമുള്ള ലിസ്റ്റും അതുപോലെ തന്നെ ടെക്നിക്കൽ PSCയുടെ ചരിത്രത്തിൽ റാങ്ക് ലിസ്റ്റിൽ വന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിച്ച ഒരു ലിസ്റ്റ് എന്നുള്ള പദവിയും LSTD ഈ റാങ്ക് ലിസ്റ്റിനുണ്ട്. സോ ആ നോട്ടിഫിക്കേഷൻ തന്നെയാണ് PSC ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 1 LSTD ഡിപ്പാർട്ട്മെന്റ് തന്നെ. LSTD ഡിപ്പാർട്ട്മെന്റ് ആണ് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ജോബ് കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അതിൽ തന്നെ ഓവർസിയർ ഗ്രേഡ് 1 നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേഡ് 2 വിവിധ ഡിപ്പാർട്ട്മെന്റ് PWD, ഇറിഗേഷൻ, LSTD ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നോട്ടിഫൈഡ് ആയിട്ടുള്ളതുണ്ട്, നോട്ടിഫൈ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു നോട്ടിഫിക്കേഷനാണ് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ. കഴിഞ്ഞ വർഷം പരീക്ഷ നടന്നു, പക്ഷെ നമ്മൾ ഇനി ഒരെണ്ണം വിളിക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇത് LSTD പ്ലാനിംഗ് വിങ്ങിലേക്ക് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ നോട്ടിഫിക്കേഷൻ വന്നു. അതും 19 വേക്കൻസി ോടുകൂടിയാണ്. സാധാരണ നമുക്ക് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ഒരിക്കലും നമ്പർ ഓഫ് വേക്കൻസി സ്പെസിഫൈ ചെയ്ത് വരുന്ന ഒരു പരീക്ഷയല്ല, അതും വന്നു. അങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടനവധി അവസരങ്ങളുണ്ട്. ATP എക്സാം സിവിൽ എഞ്ചിനീയേഴ്സിന് മാത്രമാണോ അല്ലെങ്കിൽ അല്ല, നമുക്ക് BArc കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ B പ്ലാനിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് കഴിഞ്ഞവർക്കും ഒക്കെ എഴുതാൻ സാധിക്കുന്ന പരീക്ഷയാണ്. കുറച്ച് പാടായിരിക്കും സിവിൽ എഞ്ചിനീയേഴ്സിന് ആർക്കിടെക്ചർ ടോപ്പിക്. സിവിൽ എഞ്ചിനീയേഴ്സിന് ഒരുവിധം എളുപ്പമാണ്. കാര്യം അവര് സിവിൽ എഞ്ചിനീയറിംഗ് പോർഷൻസ് എയിൽ പഠിക്കുന്ന അത്രയും ലെവൽ ഇവിടെ പഠിക്കാനും ഇല്ല. ആർക്കിടെക്ചർ പോർഷൻസ് എന്ന് പറയുന്നത് കുറച്ച് അവർ ബിടെക്കിന് പഠിച്ചതും ബാക്കി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, പഠിക്കാൻ പറ്റിയ ടോപ്പിക്സും ആണ്. അപ്പൊ ഒന്ന് ആ പരീക്ഷയ്ക്ക് മെനക്കെട്ട് കഴിഞ്ഞാൽ 19 വേക്കൻസികളുള്ള സ്ഥിതിക്ക് നല്ലൊരു ചാൻസ് ആണ്. അപ്പം പിന്നെ അടുത്ത വർഷങ്ങളിൽ നമുക്ക് PWD, ഇറിഗേഷൻ A ലിസ്റ്റ് തീരും. അപ്പൊ വീണ്ടും അത് വിളിക്കും. പിന്നെ നമുക്ക് വാട്ടർ അതോറിറ്റി A ലിസ്റ്റ് കഴിയും, PCB കഴിയും. അങ്ങനെ വരും വർഷങ്ങളെല്ലാം തന്നെ ഗോൾഡൻ ഇയേഴ്സ് തന്നെയാണ് ഇനി വരുന്നത്. അതായത് നമ്മുടെ പരീക്ഷയുടെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ LSTD A തൊട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് സൈക്കിൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു അവസരത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ബാക്കി ബ്രാഞ്ചിലേക്ക് വരാം. നമുക്ക് വേറെ വന്ന നോട്ടിഫിക്കേഷനിൽ ടെക്നിക്കൽ ഏത് ബ്രാഞ്ചസിന് എന്തൊക്കെയാണ് അവസരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സിന് ശരിക്കും നല്ലൊരു ഇയർ ആയിട്ട് വന്നിട്ടുണ്ട് 2025. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ബിടെക് കഴിഞ്ഞ ആളുകൾക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത്. ബിടെക് കഴിഞ്ഞ് ടീച്ചിങ്ങിലേക്ക് പോകാന്നുള്ളത് സാധാരണ ഇപ്പൊ നമ്മൾ ഡിഗ്രി നോക്കുകയാണെങ്കിൽ അവിടെ ഡിഗ്രി, BEd, പിന്നെ സെറ്റ് അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ടീച്ചിങ്ങിലേക്ക് എത്തുക. ഇനിയിപ്പോ എഞ്ചിനീയറിംഗ് കോളേജിൽ ടീച്ചിങ്ങിലേക്ക് എത്തണമെങ്കിൽ MTech, GATE ഒക്കെ പോയിട്ട് അങ്ങനെ വേണത്താനും കോളേജസിലേക്ക് എത്താൻ. പക്ഷെ ഇവിടെ ബിടെക് മതി. പക്ഷെ ഒരു കണ്ടീഷൻ ബിടെക് ഫസ്റ്റ് ക്ലാസ് വേണമെന്നുള്ളതാണ്. അപ്പൊ അത് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്ന പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ മിസ് പറഞ്ഞ പോലെ തന്നെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിന്റെ മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ട്രെൻഡിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതായത് ലെക്ചർ ഇൻ പോളിയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ ഉണ്ടായിട്ടും വീണ്ടും ഇതേപോലെ ഒരു എക്സാം വന്നിട്ടുണ്ടെങ്കിൽ അത്രയും വേക്കൻസീസും റിക്വയർമെന്റും ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ആ ഒരു നീഡ് അവിടെ വന്നിട്ടുള്ളത് ലെക്ചർ ഇൻ പോളിടെക്നിക്. അതേപോലെ തന്നെ രണ്ടാമതൊരു എക്സാം ആണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഈ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ 2025 ഇലക്ട്രോണിക്സ് വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും അവർ ഇലക്ട്രിക്കലിന്റെ അവസരങ്ങളെ കുറിച്ച് ചോദിക്കാൻ പോളിടെക്നിക് ലെക്ചറർ എക്സാമിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കൊടുക്കാമോ? നമുക്ക് ഇലക്ട്രോണിക്സിന്റെ പേപ്പർ മാത്രമാണോ ഉള്ളത്, അതോ ബേസിക് പേപ്പേഴ്സ് ഉണ്ടോ? ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിന്റെയും ബേസിക്സ് പഠിക്കാനുണ്ടാവും. പക്ഷെ അവിടെ ചെറിയൊരു ട്രാപ്പ് ഉണ്ട്. കാരണം കഴിഞ്ഞ നമ്മൾ എക്സാംസുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലെക്ചർ ഇൻ പോളി സിവിൽ കഴിഞ്ഞു, ലെക്ചർ ഇൻ പോളി മെക്ക് കഴിഞ്ഞു, ഇലക്ട്രിക്കൽ കഴിഞ്ഞു, കെമിക്കൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് കോർ സബ്ജക്ട് കുറച്ച് ഈസി ആയി വന്നിട്ട് ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട് നല്ല ടഫായിട്ട്, മാത്സും നല്ല ടഫായിട്ട് വന്നതായിട്ട് നോക്കി കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും ഒരു ട്രാപ്പാണ്. കാരണം എല്ലാവരും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക കോർ സബ്ജക്ട് ആണ്. ബേസിക് എഞ്ചിനീയറിംഗും മാത്സും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയാൽ അത് ഇൻ ഡെപ്തിൽ ഇപ്പൊ മെക്കാനിക്കൽ, ബേസിക് മെക്കാനിക്കലൊക്കെ സിവിലിന്റെ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെക്കാനിക്കലുകാർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ചോദ്യങ്ങളുള്ളത്. അപ്പൊ കുറച്ച് ഡെപ്തിൽ തന്നെ പഠിക്കണം. അതായത് പഠിക്കുന്ന സമയത്ത് ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട് ആണെങ്കിലും കോർ സബ്ജക്ട് ആണെങ്കിലും ഒരേ ഡെപ്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. മാത്സും അത്യാവശ്യം നല്ല രീതി, മാത്സ് നല്ല രീതി. പക്ഷെ സ്ഥിരം ചോദിക്കുന്ന ചില പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ അത് വിട്ടും ഒരു 3-4 ക്വസ്റ്റ്യൻസ് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ അതേപോലെ തന്നെ
ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഇനി അവസരങ്ങൾ ഇലക്ട്രിക്കലുകാർക്കുള്ള അവസരം. അതെ ഇലക്ട്രിക്കലിന്റെ അവസരങ്ങൾ. ഇപ്പൊ ഇലക്ട്രിക്കലിന്റെ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രിക്കലിന്റെ മേജർ ആയിട്ടുള്ള എക്സാംസുകൾ നിലവിൽ വരുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക്കലിലും 2025 നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള ചില പോസ്റ്റുകളുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് അതിന് വളരെ യൂസ്ഫുൾ ആയിട്ട് മാറും. ഇപ്പോൾ ഒന്നാമത് പറയാന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 അതിന്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവാൻ പോവാണ്. വിളിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് വർക്ക്ഷോപ്പ് സൂപ്രണ്ടന്റ് പോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. നല്ല പോസ്റ്റുകളാണ്. അത്യാവശ്യം നല്ല സാലറി കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റുകൾ, റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് 2 വർഷം കഴിയാൻ പോവാണ്. ഈ രീതിയിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇലക്ട്രിക്കൽ എക്സാംസുകൾ അപ്കമിംഗ് ഇയേഴ്സിൽ വരും. കമ്പയർ ടു പ്രീവിയസ് ഇയേഴ്സ് അത്രത്തോളം എന്തില്ല. പക്ഷെ എന്നാലും ഡീമോട്ടിവേറ്റ് ആവേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മൾ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിൽ കൊണ്ടുപോകണം. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, അതായത് നിങ്ങളുടെ മുന്നിൽ വരുന്ന ആദ്യത്തെ അവസരങ്ങളിൽ തന്നെ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് എന്ത് എക്സാംസ് വന്നാലും അവരായിരിക്കും ടോപ്പിലുണ്ടാവും. നമുക്ക് എല്ലാ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും ടെക്നിക്കൽ ലിസ്റ്റുകളിൽ ആദ്യം കിടക്കുന്ന പേരുകളെല്ലാം സെയിം ആയിരിക്കും. അത് ഇപ്പോൾ പറയാന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം 2021 കണ്ടക്ട് ചെയ്ത സമയത്ത് അതിനുവേണ്ടി പഠിച്ചു തുടങ്ങിയ ആളുകളുണ്ട്. അവർ തന്നെയാണ് പിന്നീട് KCBA എക്സാം ആയപ്പോഴും ലെക്ചർ ഇൻ പോളി വന്നപ്പോൾ സബ് എഞ്ചിനീയറിലും എല്ലാം KCBA എല്ലാം മുന്നിൽ വന്നിട്ടുള്ളത്. ആ ഒരു ട്രെൻഡ് അതാണ്. അപ്പൊ തുടക്കത്തിലേ നമ്മൾ എന്ത് ചെയ്യണം, കയറി പിടിക്കണം. ഈ എക്സാംസിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടന്റ്. അപ്പം നമുക്ക് ഇനിയും സമയം ഒട്ടും വൈകിട്ടില്ല. ഇനിയും നമ്മുടെ എക്സാംസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആഫ്റ്റർ ജൂലൈ ആണ്. അപ്പൊ ഇനിയും ഒരു 3-4 മാസം നമ്മൾ കൗണ്ട് ചെയ്താലുണ്ട്. അപ്പം ഇനിയും നമുക്ക് കലണ്ടർ വന്നിട്ടുള്ള എക്സാംസ് ഇപ്പം പോളിടെക്നിക് ലെക്ചർ ആണെങ്കിലും അതുപോലെ സിവിലിന്റെ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, 4 എത്രത്തോളം വേക്കൻസീസ് വരുന്നുണ്ട്. വേക്കൻസീസ് ഇപ്പൊ നമുക്ക് നോട്ടിഫൈഡ് ആയിട്ടുള്ള വേക്കൻസി അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ നോട്ടിഫൈഡ് വേക്കൻസി നോക്കേ വേണ്ട. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഈ പരീക്ഷകളെല്ലാം ഒരുമിച്ച് ഒരു 3-4 മാസത്തിനുള്ളിലാണ് നടക്കാൻ പോകുന്നത്. പഠിക്കുന്നവരെല്ലാം ഒരുപോലെയാണ് പഠിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ വരുന്ന കോമൺ ആൾക്കാരായിരിക്കും. അപ്പൊ 19ാമത്തെ റാങ്ക് കിട്ടുന്ന ആൾക്ക് വരെ അല്ല ജോലി കിട്ടുക. നോൺ ജോയിനിങ് ഡ്യൂട്ടി കൊടുത്ത് താഴെ റാങ്ക് ലിസ്റ്റിലുള്ള ജോലി കിട്ടും വരുന്നുണ്ട്. പിന്നെ LSTDA ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ 350ഓളം അഡ്വൈസ് ജനുവരി മന്തിൽ പോയിട്ടുണ്ട്. ഇനിയും നമുക്കിപ്പം അടുത്ത മാസമാണ് ലിസ്റ്റ് തീരുന്നത്. ഇനി വേക്കൻസീസ് റിപ്പോർട്ട് ആവുകയാണെങ്കിൽ അതിൽ നിന്ന് പോവും. അല്ലാത്ത പക്ഷം നമുക്ക് 400 പേരുള്ള ലിസ്റ്റിൽ 350 പേർക്ക് അഡ്വൈസ് പോവാന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ അല്ല. ടെക്നിക്കൽ ലിസ്റ്റിൽ ഒരിക്കലും അതൊരു ചെറിയ നമ്പർ അല്ല. അപ്പൊ നമുക്ക് LSTDA നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇനി അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പൊ സമയക്കുറവ് കൊണ്ട് എന്തെങ്കിലും ട്രാക്കിൽ പോയില്ലെങ്കിൽ PWD ഇറിഗേഷൻ അടുത്ത വർഷം വരുന്നുണ്ട്. അതിനുവേണ്ടി കാത്തു നിൽക്കേണ്ട. LSTDA തന്നെ വരുന്ന മാസങ്ങളിൽ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സുകാരോട് സാറിന് അഡ്വൈസ് കൊടുക്കാനുള്ളതും അത് തന്നെ ആയിരിക്കും. അതായത് നോട്ടിഫൈഡ് വേക്കൻസി നമ്മൾ നോക്കുകയേ ചെയ്യരുത്. ഇപ്പൊ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ KCBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫൈഡ് വേക്കൻസി 6 ആണ്. ഇപ്പൊ വന്നിരിക്കുന്നത് 231 ആളുകൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇത്രയും ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. ഇപ്പൊ വേക്കൻസി ചില ആളുകൾ വേക്കൻസി നോക്കി പഠിക്കലുണ്ട്. അപ്പൊ ശരിക്കും എന്നെ പണ്ട് പഠിപ്പിച്ചൊരു ടീച്ചർ പറഞ്ഞൊരു പോയിന്റ് ആണ്. അതായത് നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു വേക്കൻസി ആണെങ്കിലും നമുക്കാണെന്ന് വിചാരിച്ച് പഠിക്കുന്ന ഒരാളായിരിക്കും. അല്ലെങ്കിൽ ആ രീതിയിൽ പഠിക്കുമ്പോഴാണ്. ഇപ്പൊ വേക്കൻസി കൂടുതലുള്ള എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം നമ്മൾ അത്രത്തോളം കേപ്പബിൾ അല്ല എന്നാണ്. നമ്മൾ ആ റാങ്കിൽ ടോപ്പിൽ എത്താൻ കേപ്പബിൾ അല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ ഒരു പ്രീഡിറ്റർമിനേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പൊ അത് ഒരിക്കലും ഒരു എക്സാമിൽ അങ്ങനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമായിരുന്നു റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന് മുന്നേ എക്സാം വരിക. അതിപ്പോ ലെക്ചർ പോളിയുടെ കേസിലാണെങ്കിലും നേരത്തെ ഒരു എക്സാം പറഞ്ഞില്ലേ, സിവിൽ LSTDA അതൊരു പുതിയ ട്രെൻഡാണ് അല്ലെ? PSC അത് സാധാരണ നമ്മുടെ ജനറൽ PSCയിലെ LD ക്ലർക്ക് പോലെയുള്ള പരീക്ഷകൾക്കായിരുന്നു അതുപോലെ ഒരു ട്രെൻഡ്. പക്ഷെ ഇപ്പൊ നമുക്ക് ടെക്നിക്കൽ എക്സാംസിലും അങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി നിങ്ങൾ റൈറ്റ് ട്രാക്കിൽ പ്രിപ്പറേഷൻ വരിക. നമ്മുടെ എൻട്രിയിലെ കോഴ്സുകളെ കുറിച്ചിട്ട് ഒന്ന് ഐഡിയ കൊടുക്കണമായിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ സാധാരണ ഈ LSTDA ഓവർസിയർ ഗ്രേഡ് 1 2 യോഗ്യതയുള്ള പരീക്ഷ ആയതുകൊണ്ട് 2 തരത്തിൽ പഠിക്കണോ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള, അപ്പൊ നിങ്ങൾക്ക് 2 എക്സാംസിനും ഒരുപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നമ്മുടെ എൻട്രി ഒരു സൂപ്പർ 50 ബാച്ച് ഫോം ചെയ്തിട്ടുണ്ട്. എന്റെ മെന്റർഷിപ്പിലാണ് ആ ഒരു ബാച്ച് ഉള്ളത്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. 50 പേര്. സൂപ്പർ 50 എന്ന് പറയുന്നതിന് പേര് തന്നെ ആദ്യത്തെ 50-നുള്ളിൽ നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് 50-നുള്ളിൽ റാങ്ക് വരേണ്ട ആവശ്യകതയെ കുറിച്ചിട്ടൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. കുറെ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലേ ഈ സൂപ്പർ 50 ബാച്ചില്? നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കണ്ടിട്ടുണ്ട് കുറെ ഫീച്ചേഴ്സുകൾ. കോ-പൈലറ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് തിയറി പേപ്പേഴ്സ് ഒക്കെ ഉള്ള സബ്ജക്ട് ആണെങ്കിൽ വീഡിയോ ഫുള്ള് കാണണ്ട, അതിന്റെ ഒരു സമ്മറി പോലെ AI സഹായത്തോട് കൂടി കിട്ടും. AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു പക്ഷേ കേരളത്തിലെ ആദ്യത്തെ പ്ലാറ്റ്ഫോം ആണ്. അതായത് ടെക്നിക്കൽ PSC കോച്ചിങ്ങില് AI പ്ലാറ്റ്ഫോം ഉള്ള കേരളത്തിലെ ആദ്യത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എൻട്രി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ AI പ്രോഗ്രസ് ട്രാക്കർ ഉണ്ട്. നമ്മുടെ പ്രോഗ്രസ് നമുക്ക് ട്രാക്ക് ചെയ്ത് ബാക്കിയുള്ളവരായിട്ട് കമ്പീറ്റ് ചെയ്ത് നമ്മുടെ പൊസിഷൻ മനസ്സിലാക്കി തരാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോളിടെക്നിക് ലെക്ചറിന്റെയും കോഴ്സുകൾ നമുക്ക് എൻട്രിയിൽ
അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ ലെക്ചർ പോളിയുടെ ബാച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുള്ള കോഴ്സ് കൂടിയാണ്. അതേപോലെ തന്നെ ഇപ്പം ലെക്ചർ പോളിയുടെ കാര്യം പറഞ്ഞു, അതിപ്പോൾ കൃത്യമായിട്ടൊരു എക്സാംസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് പേര് പഠിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇലക്ട്രിക്കലിൽ നിലവിൽ എക്സാംസ് ഇല്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാങ്ക് ലിസ്റ്റ് ഉള്ള സമയത്ത് തന്നെ വീണ്ടും എക്സാംസ് വരിക, അല്ലെങ്കിൽ PSC മാറിയ PSC നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പാർക്ക് എന്നുള്ളൊരു ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്പാർക്ക് ബാച്ചിന്റെ പ്രത്യേകത 2 ഇയർ വാലിഡിറ്റി കൊടുക്കുന്നുണ്ട്, 2 ഇയർ വാലിഡിറ്റി. സാധാരണ നമ്മൾ കോഴ്സസിലൊക്കെ നോക്കുകയാണെങ്കിൽ 1 ഇയർ ആണ് ഉള്ളത്, ഇതിൽ 2 ഇയർ കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാംസ് കുറച്ച് ഡിലേ ആയാലും അല്ലെങ്കിൽ വിളിക്കാൻ നേരം വൈകി കഴിഞ്ഞാലും ആ എക്സാംസിന് പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ 2 ഇയർ ആപ്പ് വാലിഡിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ രീതിയിൽ ഒരു മികച്ച എന്താ പറയുക സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം, ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ബാച്ചാണ് സ്പാർക്ക് ബാച്ച് എന്ന് പറയുന്നത്. അതിലും ഒരുപാട് ഫീച്ചേഴ്സുകൾ അവൈലബിൾ ആണ്. പേഴ്സണൽ മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഏറ്റവും മികച്ച AI പ്രോഗ്രസ് ട്രാക്കർ വരുന്നുണ്ട്, സ്റ്റഡി നോട്ട്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഉദ്യോഗാർത്ഥികൾ നല്ല ഒരു റാങ്കിലേക്ക് എത്തിക്കാൻ പ്രാപ്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ATPയുടെ കോഴ്സ് നമുക്കുണ്ട്. ഇപ്പോൾ BTech സിവിൽ കഴിഞ്ഞ ആൾക്കാർക്ക് ആർക്കിടെക്ചർ പോർഷൻസ് പഠിക്കാനായിട്ട് ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി പഠിക്കുന്ന കുറച്ചുകൂടി എളുപ്പമായിരിക്കും ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുന്നതിനേക്കാളും. സോ നമ്മുടെ ATP കോഴ്സസ് അവൈലബിൾ ആണ്. കോഴ്സസിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിലൊക്കെ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ വലിയ വിജയങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് കരസ്ഥമാക്കാം. അപ്പം വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.